നമസ്കാരം, ഞാൻ ദിനേഷ് സൂപ്പർണിക. ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് റീപോർട്ടിംഗ് ആട്ടാ. മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പല ആളുകളും വീണ്ടും വീണ്ടും സംശയങ്ങളായിട്ട് ചോദിക്കുന്നു. റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ എല്ലാം ചെടി കരിഞ്ഞു പോയി, അല്ലെങ്കിൽ ചീഞ്ഞു പോയി, വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞ കാരണം കരിഞ്ഞു, അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ട് ചീഞ്ഞു പോയി എന്നൊക്കെ പറയും. അതിനുള്ളൊരു പരിഹാരം പറയണം കേട്ടോ. ഇതിപ്പോൾ ഒരു മൾട്ടി ബ്രാഞ്ച് ഒരു ബോൺസായി ടൈപ്പ് അടീനിയാണ് കേട്ടോ. അത് നമ്മളെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഈ താഴേക്ക് ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇത് എൻ്റെ കയ്യിൽ ഞാൻ വേനൽക്കാലത്ത് സെറ്റാക്കി വെച്ച ഉണങ്ങിയ മണ്ണാണ് കേട്ടോ. നല്ല ഉണങ്ങിയ മണ്ണാണ്. ഈ മണ്ണുണ്ട്, എല്ലുപൊടി ഉണ്ട്, അതുപോലെ കുറച്ച് വേപ്പും പിണ്ണാക്കും ചേർത്തിട്ട് മണ്ണ് ഉണങ്ങിയതിൻ്റെ ശേഷം എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു കാറ്റ് കൊള്ളിച്ച് അങ്ങനെ എടുത്ത് ചാക്കിലേക്ക് എടുത്ത് വെച്ചത് നമ്മൾ ഗ്രോ ബാഗിലാക്കി വെച്ചാണ് ഇത്. അപ്പോൾ ഇത് ഈ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണമെന്ന് കാണാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ അടീനിയത്തിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറിലുള്ള അടീനിയത്തിൻ്റെ കവർ ഞാൻ ഊരി. ഈ കവർ ഊരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം കാണാനുണ്ടാവും കേട്ടോ. ഇത് ഇത്രയും കോഡക്സായി പ്ലാസ്റ്റിക് കവറിലിരുന്ന് വലുതായതാണ്. ഇത്രയും കോഡക്സ്. ഞാൻ ഇത് കഴുകുകയോ സാഫിൽ മുക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇത് മണ്ണ് മാറ്റിയാൽ ഇതിൻ്റെ പറ്റുവേരുകളുണ്ടല്ലോ, ഈ പറ്റുവേരുകളൊക്കെ പൊട്ടിപ്പോവും, പിന്നെ വളർച്ച പോവും, ചീയും. ഞാൻ ചെയ്യുന്നത് നോക്കുക. ഞാനൊരു ചട്ടി എടുത്തു. ആ ചട്ടിയിൽ എടുത്തിട്ട് ആ ചട്ടിയിൽ കുറച്ച് കല്ലുകൾ അതിൻ്റെ ഹോളിൽ കുറച്ച് കല്ലുകൾ വെച്ചു. ഹോളിൽ വെള്ളം വാർന്നു പോകാൻ കുറച്ച് കല്ലുകൾ വെച്ചു. അതിന് ശേഷം ചെയ്യുന്നത് നോക്കണം. ഞാൻ നമ്മളെ മണ്ണെടുത്ത് ഈ മണ്ണ് ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തു. കുറച്ച് മണ്ണിട്ട് കൊടുത്തു കേട്ടോ. ഇതിൽ കാണാനുണ്ട്. കുറച്ച് മണ്ണിട്ട് കൊടുത്തു. ഈ മണ്ണിലേക്ക് ഞാൻ ഈ മണ്ണോട് കൂടിയിട്ടുള്ള ഒരു ഫംഗസും ഇല്ലാത്ത ഈ കോഡക്സ് വലിയതായിട്ടുള്ള വേരൊന്നും പൊട്ടിക്കാത്ത മഴക്കാലത്തെ പരിപാടിയാണ് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് ഇറക്കി ഇങ്ങനെ വെച്ചു. എനിക്കൊരു ബോൺസായി രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ നടേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാ. ഇതിൽ വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, അപ്ടെക്കിൻ്റെ. ആ മണ്ണിര കമ്പോസ്റ്റ് ഇതിൽ അത്യാവശ്യം നോക്കുക കേട്ടോ, കാണിക്കുന്ന നോക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു ലെയറായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ മണ്ണിര കമ്പോസ്റ്റ് കാണാനുണ്ടാവും വീഡിയോയിൽ ബ്ലാക്ക് കളറിലേക്ക് എടുക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റ് ഞാൻ അതിലേക്ക് നിറച്ചു. അത്യാവശ്യം നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഉള്ള മണ്ണാണ്. അപ്പോൾ ഇതിൽ ഞാൻ മണ്ണിര കമ്പോസ്റ്റ് നിറച്ചു. ഇനി ഈ ബാക്കിയുള്ള സ്പേസിലേക്ക് ഈ മണ്ണ് നിറച്ചു കൊടുക്കുക. മണ്ണ് നിറച്ചു. ഇപ്പൊ ഈ കോഡക്സ് പഴയ അവസ്ഥയിൽ തന്നെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ മണ്ണ് അല്പം പൊന്തി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചു. ഇതിലൊരു തുള്ളി വെള്ളം നനയ്ക്കേണ്ട. കാരണം ഈ കോഡക്സിന്റെ അകത്തുള്ള വെള്ളം തന്നെ ഇതിന് വളരാൻ ധാരാളം ചെറിയ ഇലനാമ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ വേര് പൊട്ടിക്കാതെ തന്നെയാണ് ഇതിൽ വെച്ചത് കേട്ടോ. ആ എല്ലുപൊടിയും വേപ്പുമിണ്ണാക്കും ചേർന്ന മിശ്രിതം മണ്ണുമായി ചേർത്ത് വെച്ചതിലേക്ക് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് കൂടി ചേർത്തു. ഞാനിതിൽ സാഫ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതിനി വെയിലത്താണ് വെക്കുന്നത്. മഴ ഉള്ള സമയത്ത് ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ ബൾബ് ഉപയോഗിച്ചൊരു ഷെൽട്ടർ ഉണ്ട്. ആ ബൾബിന്റെ അടിയിൽ ഇത് വെച്ച് കൊടുക്കും. എന്നിട്ട് വല്ലപ്പോഴും ഒരു തവണ ചെറുതായിട്ട് നന. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് മഴക്കാലത്തും നിങ്ങൾ അടീനിയത്തെ യാതൊരു തരത്തിലുള്ള കേടും കൂടാതെ റിപ്പോർട്ട് ചെയ്യാം. ഇനി എല്ലുപൊടി നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് ഈ സമയത്ത് ഇടുന്ന സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കും. ഈ നനച്ചു കൊടുക്കുമ്പോൾ എല്ലുപൊടിയിൽ പൂപ്പൽ വരും. ഇതിനെ കേടുവരുത്തും. അപ്പോൾ മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇനി ഇതിൻ്റെ പേരിൽ ആരും തർക്കിക്കാനൊന്നും നിൽക്കരുത്. ഞാൻ ചെയ്യുന്ന രീതിയാണിത്. നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം. അപ്പോൾ അടീനിയം എൻ്റെ അടുത്തുനിന്നായാലും വേറെ എവിടുന്നായാലും വാങ്ങുന്ന ആളുകൾ എപ്പോഴും മണ്ണ് ഡ്രൈ ആയിട്ട് ഒരു ചാക്ക് സൂക്ഷിച്ചു വെച്ചോളൂ. ഏത് സമയത്ത് അടീനിയം കിട്ടിയാലും റിപ്പോർട്ട് ചെയ്യാൻ ആ ഉണങ്ങിയ മണ്ണ് മതി കേട്ടോ. എന്നിട്ട് വെള്ളം ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്യണം. ഇപ്പോൾ ഇതിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട. ഈ ചെടി മഴയത്തിരുന്നതാണ്, നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുക. അവരോട് കമൻറ്റ് ചെയ്യാൻ പറയുക. നമ്മളെ ചാനൽ നിങ്ങളുടെ എല്ലാ പരിചയക്കാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിക്കോളൂ. താങ്ക്